ഏതാണ്ട് 4 കിലോമീറ്റർ അധികം വനത്തിനകത്തേക്ക് കയറി ഒരു പ്രദേശത്താണ് ഇപ്പോൾ ആനയെ കണ്ടെത്തിയിരിക്കുന്നത്. ആനയുടെ അടുത്തേക്ക് പാപ്പാന്മാർ എത്തിയിട്ടുണ്ട്. വനംവകുപ്പ് ഉദ്യോഗസ്ഥരും അതോടൊപ്പം തന്നെ ഈ ആന പ്രേമി സംഘത്തിൽപ്പെട്ടവരും വാച്ചർമാരും അടങ്ങുന്ന സംഘം നടത്തിയ തെരച്ചിലാണ് ആനയെ കണ്ടെത്തിയിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ ആനയെ പുറത്തേക്ക് എത്തിക്കാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. പ്രത്യേകിച്ച് ആനയ്ക്ക് ഭക്ഷണമൊക്കെ കൊടുത്ത് അനുനയിപ്പിക്കാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് തീർച്ചയായിട്ടും വിജയം കാണും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അധികം വൈകാതെ തന്നെ ആനയെ പുറത്തേക്ക് എത്തിക്കാൻ കഴിയും എന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും വളരെ ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഈ ആനയെ കാട്ടിലേക്ക് കയറിപ്പോയതിനു ശേഷം ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആശങ്കകൾ നിലനിന്നിരുന്നു. പ്രത്യേകിച്ച് ഒരു നാട്ടാന ആയതുകൊണ്ട് തന്നെ മറ്റ് രീതിയിൽ മറ്റ് കാട്ടാനകളുടെ ആക്രമണം ഉണ്ടാകുമോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ഈ ആനപ്രേമികൾ ഭയപ്പെട്ടിരുന്നു. പക്ഷേ വളരെ സുരക്ഷിതമായി തന്നെ ഈ ആനയെ കണ്ടെത്തിയിരിക്കുന്നു. പുതുപ്പള്ളി സാധു എന്ന നാട്ടാനയെ കണ്ടെത്തിയിരിക്കുന്നു. അല്പസമയത്തിനകം അതിനെ കാട്ടിൽ നിന്ന് പുറത്തേക്ക് എത്തിക്കാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ആനയെ കണ്ടെത്തുക എന്നുള്ളത് വളരെ ശ്രമകരമായ ഒരു ദൗത്യം ഒന്നും ആയിരുന്നില്ല. പ്രത്യേകിച്ച് കാൽപ്പാടുകൾ കണ്ടെത്തിയാൽ തന്നെ വളരെ പെട്ടെന്ന് തന്നെ ആനയിലേക്ക് എത്താൻ കഴിയും എന്ന് തന്നെ പ്രതീക്ഷിച്ചിരുന്നു. അത്തരത്തിൽ തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിയുന്നുണ്ട്. ഈ ആനയെ കണ്ടെത്തിയിരിക്കുന്നു. ആനയ്ക്ക് സമീപത്തേക്ക് പാപ്പാന്മാർ എത്തിയിട്ടുണ്ട്. ആനയ്ക്ക് ഭക്ഷണമൊക്കെ നൽകി അതിനെ അനുനയിപ്പിച്ച് കാടിന് പുറത്തേക്ക് എത്തിക്കാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. ഈ ആനയുടെ ബിഹേവിയർ അല്ലെങ്കിൽ ആന എങ്ങനെയാണ് പെരുമാറുന്നത് എന്ന കാര്യത്തിൽ നമുക്ക് വ്യക്തതയില്ല. കാരണം ഇന്നലെ മറ്റൊരു ആനയുടെ കുത്തേറ്റതിന് ശേഷം പരിഭ്രാന്തനായിട്ടാണ് ഈ ആന വനത്തിനുള്ളിലേക്ക് ഓടിപ്പോയത്. അതുകൊണ്ട് തന്നെ ഇത് ഏത് രീതിയിലാണ് പെരുമാറുന്നത് എന്ന കാര്യത്തിൽ നമുക്ക് വ്യക്തതയില്ല. എന്തായാലും ഈ ആനയെ അനുനയിപ്പിച്ച് കാടിന് പുറത്തേക്ക് എത്തിക്കുന്നതിനുള്ള ശ്രമം അല്പസമയത്തിനകം ഉണ്ടാകും. ഇപ്പോൾ ആനയ്ക്ക് സമീപത്തേക്ക് വനംവകുപ്പ് ഉദ്യോഗസ്ഥരും ഈ ആന വാച്ചർമാരും അതോടൊപ്പം മറ്റ് ഇതിൻ്റെ ഉടമകളടക്കമുള്ളവർ എത്തിയിരുന്നു. എന്തായാലും ആനയെ കണ്ടെത്തിയിട്ടുണ്ട്. അല്പസമയത്തിനകം പുറത്തേക്ക് എത്തിക്കാൻ കഴിയും. ആനയെ അനുനയിപ്പിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. മുത്തി.